ഹലോ, ഇന്ന് ഞാനൊരു സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം വേറെ ഒന്നല്ല, ഇന്ന് ഞാനല്ല കുക്ക് ചെയ്യുന്നത്. ഞാൻ വെറുതെ ഡയറക്ഷൻ കൊടുക്കുക മാത്രമാണ് ചെയ്തത്. ഇന്ന് കുക്ക് ചെയ്യുന്നത് കുഞ്ഞാറ്റയാണ്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കുട്ടികൾക്ക് മീനിനേക്കാളും കുറച്ചുകൂടെ ഇഷ്ടമാണ് ഈ ഞണ്ട്, കടുക്ക അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ അവൾ ചോദിച്ചു, ഞാനിന്ന് ഉണ്ടാക്കി നോക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാനും പറഞ്ഞു ആയിക്കോട്ടെ, എന്തായാലും പഠിച്ചിരിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ സവാളയൊക്കെ ഞാൻ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഒന്നും ചെയ്യണ്ട അമ്മ നോക്കി നിന്നാൽ മതി, ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ ഉള്ളി മുറിക്കുമ്പോൾ ആളാകെ കരഞ്ഞ് വശം കെട്ടു. എന്നാലും എൻ്റെ കൈ തന്നില്ല കേട്ടോ, അവൾ തന്നെ എല്ലാം ചെയ്തു. അപ്പോൾ നമ്മൾ ഞണ്ടുകറിക്കായിട്ട് എടുത്തത് 3 വലിയ സവാളയും 3 തക്കാളിയും 3 വലിയ പച്ചമുളകും, എരിവുള്ള പച്ചമുളകാണ്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കുറച്ച് ചപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും വലിയ ജീരകവും ചെറിയ ഉള്ളിയൂടെ വേണം. അപ്പം ഞണ്ട് ഞാൻ കഴുകി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചട്ടിയിലാണ് കേട്ടോ കറി വയ്ക്കുന്നത്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നന്നായിട്ടൊന്ന് ഇട്ട് വഴറ്റി അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും ഒന്ന് അതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. ഗ്രേവി കുറച്ചധികം വേണ്ടതുകൊണ്ടാണ് ഞാൻ വലിയ 2 സവാള എടുത്തത് കേട്ടോ. അപ്പോൾ അത് സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിലേക്ക് നമ്മൾ 3 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളകാണ്. ഈ ഞണ്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ശരിക്കും എരിവൊന്ന് മുന്നിട്ട് നിൽക്കണം. പിന്നെ അതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കണം. ആ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നന്നാക്കി വെച്ചിട്ടുള്ള ഞണ്ട് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞണ്ട് നന്നാക്കി വെച്ചപ്പോൾ തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വേറെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. അതൊന്ന് കുക്കാവുമ്പോഴേക്കും തേങ്ങ ഒന്ന് അടിച്ചെടുക്കണം. പെരുംജീരകവും ചെറിയുള്ളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് വയ്ക്കാം. നമ്മൾ വെള്ളം ചേർക്കാത്തതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ എരിവ് വല്ലാതെ അങ്ങോട്ട് ഏറി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് കറിവേപ്പിലയും ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്നുകൂടെ ഇളക്കി മൂടി വയ്ക്കണമെന്ന് പറഞ്ഞത് കേൾക്കാൻ നമ്മളെ കുക്കിന് ക്ഷമ ഉണ്ടായില്ല. അവൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് എടുത്ത് ടേസ്റ്റ് നോക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ തിളച്ച് വരുമ്പോഴുള്ള ആ സ്മെല്ലടിച്ചാൽ ആരുടെ ആയാലും നാവിൽ വെള്ളം വരും, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഫൈനലായിട്ട് അതൊന്ന് ചെറിയ ഉള്ളിയിൽ വറവിട്ടെടുത്തു. എന്തായാലും സംഭവം കിഡുമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.